blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം. അവരുടെ പ്രാർത്ഥന വിഷയങ്ങൾ ഞാൻ ഈ സമയത്ത് അനൗൺസ് ചെയ്യുകയാണ്. ഞാനിങ്ങനെ ചെയ്യാൻ കാരണം എല്ലാവർക്കും അത് കേട്ട് ലോകരാജ്യങ്ങൾ എല്ലായിടത്ത് ഇരുന്നുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. ഞാൻ വിശ്വസിക്കുന്നു അനേക ലക്ഷങ്ങൾ ഒരുമിച്ച് ഒരേ പ്രാർത്ഥന വിഷയം ദൈവത്തോട് ഐക്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങളുടെ മാഗ്നിറ്റ്യൂഡ് വർദ്ധിക്കും. കർത്താവ് പറഞ്ഞത് ഭൂമിയിൽ 2 പേർ ഐക്യമെത്തപ്പെട്ടാൽ കർത്താവ് ചെയ്തു തരാം. നമ്മളിപ്പോൾ 2 പേരല്ല, ജനലക്ഷങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്നത്തെ സ്പോൺസേഴ്സ് കറുകച്ചാലിൽ നിന്നുള്ളൊരു വെൽവിഷർ, നല്ലൊരു ജോലി വിദേശത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ കോശി വർഗീസ് സിംഗപ്പൂരിൽ നിന്നുള്ള അദ്ദേഹത്തിന് എത്രയും വേഗം ഒരു വീട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റൊന്ന് പ്രിജു ആൻഡ് ലിജോ, കുടുംബത്തെ മുഴുവൻ കർത്താവ് ആരോഗ്യം നൽകാൻ വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളാലും നിറയ്ക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്നുള്ള ഒരു വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എത്രയും വേഗം ഒരു പുനർവിവാഹം നടക്കേണ്ടതിന് കുറിയനിൽ നിന്നുള്ള വെൽവിഷർ, തനിക്കും ഭർത്താവിനും വിദേശത്ത് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ബഹ്റിൽ നിന്ന് സുധീർ കുമാർ, മകൾക്ക് 10th ബോർഡ് എക്സാമിൽ നല്ല ഒരു റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി, അതുപോലെ അക്ഷയ് ഗീതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 10th ബോർഡ് എക്സാമിൽ നല്ല ഒരു റിസൾട്ട് ഉണ്ടാകണം. അതുപോലെ ജോർജ് ആൻഡ് ഫാമിലി, 2 മക്കൾ, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നല്ല ഭാവി അവർക്ക് ലഭിക്കാൻ. അർജുനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. 10th ബോർഡ് എക്സാമിൽ എല്ലാറ്റിനും A+ ലഭിക്കാൻ വേണ്ടിയിട്ട്. ന്യൂഡൽഹിയിൽ നിന്നുള്ള ഒരു വെൽവിഷർ, 12th ബോർഡ് എക്സാമിൽ നല്ല റിസൾട്ട് ഉണ്ടാകാൻ വേണ്ടി. അനൂപ് ഐസക്കിന് വേണ്ടി വിവാഹത്തിനും ഭാവിക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ വാപ്പിയിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന് MSAയിൽ നിന്നും പരിപൂർണ സൗഖ്യം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പത്തനംതിട്ടയിൽ നിന്നൊരു വെൽവിഷർ, കടം കൊടുത്ത പൈസ എത്രയും വേഗം തിരികെ കിട്ടാൻ വേണ്ടിയിട്ട്. വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് സ്ഥലമോ അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റായിട്ടുള്ള, അതിന് തുല്യമായ ഒരു വിലയോ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഒരാൾ കൂടെ ഉണ്ട്, തൃശ്ശൂരിൽ നിന്നുള്ള വെൽവിഷർ, ഭർത്താവിന് നല്ല ഒരു ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഈ പ്രാർത്ഥന വിഷയങ്ങൾ കൂടാതെ അവരുടെ എല്ലാ പ്രാർത്ഥന വിഷയങ്ങളും നമ്മൾ ഒരുമിച്ച് ചേർത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു അനുഗ്രഹം കർത്താവേ ഇതിൻ്റെ മേലങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഞങ്ങൾ പേർ വിളിച്ച ഈ കുട്ടികൾക്ക് കർത്താവേ വലിയൊരു അനുഗ്രഹം കൊടുത്ത് എല്ലാറ്റിനും ഉയർന്ന മാർക്ക് A+ വേണ്ടവർക്ക് അത് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹങ്ങൾ നടക്കേണ്ടതിന്, അതുപോലെ കർത്താവ് കടബാധ്യതകൾ മാറേണ്ടതിന്, ജോലി ലഭിക്കേണ്ടത്, എന്തെല്ലാം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പറഞ്ഞു അതിലെല്ലാം സ്വർഗീയമായൊരു വിടുതൽ ഈ നിമിഷം മുതൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. കർത്താവ് അങ്ങനെ അത്ഭുതം ചെയ്യുന്ന കൃപകൾക്കായി നന്ദി പറയും. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഈ നിമിഷം മുതൽ അത് ആരംഭിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. നിങ്ങളുടെ വിടുതൽ എത്രയും വേഗം കൈകളിൽ വരും. വിശ്വസിച്ച കർത്താവിന് നന്ദി പറയുക. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ റാന്നി ഫെബ്രുവരി 27 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. വളയനാട് ഓഡിറ്റോറിയം, മാമുക്ക്, റാന്നി. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഹരിപ്പാട് ഫെബ്രുവരി 28 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. റോള ഓഡിറ്റോറിയം, പടിഞ്ഞാറേനട, ഡാണാപ്പടി, ഹരിപ്പാട്. next
one is the mission of Jesus secured great forgiveness for us. അടുത്ത ഏഴാമത്തെ കാര്യം എന്നുള്ളത് യേശുക്രിസ്തുവിന്റെ ദൗത്യം മഹത്തായ പാപമോചനം നമുക്ക് നേടിത്തന്നു. Verse number 17, for this reason he had to be made like them, fully human in every way, in order that he might become a merciful and faithful high priest in service to God, and that he might make atonement for the sins of the people. അതുകൊണ്ട് അവിടുന്ന് ദൈവിക ശുശ്രൂഷയിൽ കരുണയും വിശ്വസ്തതയുമുള്ള ഒരു മഹാപുരോഹിതനായി ജനങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് എല്ലാവിധത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശ്യനായി തീരേണ്ടത് ആവശ്യമായിരുന്നു. Hallelujah. ഹല്ലേലൂയ. This is very important. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. Look here. ദയവായി ശ്രദ്ധിച്ചാലും. On Tuesday morning, ഒരു ചൊവ്വാഴ്ച രാവിലെ suppose you made a mistake. നിങ്ങളൊരു അബദ്ധം ചെയ്തു എന്ന് കരുതുക. Then you say, if you are a child of God, you will turn to God and say, forgive me, Father. നിങ്ങളൊരു ദൈവവൈദ്യനാണെങ്കിൽ നിങ്ങൾ പിതാവിലേക്ക് തിരിഞ്ഞിട്ട് പറയും, എന്നോട് ക്ഷമിക്കണമേ പിതാവേ. And according to 1 John chapter 1 and verse number 7, ഒന്ന് യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7-ാം വചനം and അനുസരിച്ച് verse number 9, അതിന്റെ 9-ാം വചനം അനുസരിച്ച് when you confess your sins, നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ ഏറ്റു പറയുമ്പോൾ you'll be forgiven. നിങ്ങൾ ക്ഷമിക്കപ്പെടുന്നു. God is so faithful to forgive your sins and purge you from all the blemish of the sin. ദൈവം നമ്മുടെ സകല പാപങ്ങളെയും എല്ലാ പാപങ്ങളെയും തന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നമ്മൾ വിശുദ്ധരാക്കുവാൻ അവൻ മനസ്സൊരുക്കമുള്ളവനാണ്. But do you know technically how are you forgiven? എന്നാൽ സാങ്കേതികപരമായിട്ട് എങ്ങനെയാണ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാം. All forgiveness is coming to us because of Jesus. എല്ലാ പാപക്ഷമയും നമ്മിലേക്ക് വന്നു ചേരുന്നത് യേശുക്രിസ്തു നിമിത്തമാണ്. Do you remember when Jesus was being crucified? യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? The Roman soldiers were piercing his wrists with nails. മൂർത്ത ആണികൾ കൊണ്ട് റോമൻ പടയാളികൾ യേശുവിന്റെ കൈകളിൽ ആണിയടിക്കുമ്പോൾ Do you remember what Jesus prayed? എന്താണ് യേശു കർത്താവ് പ്രാർത്ഥിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. When he was wriggling in pain, this was the prayer that came out of his mouth. യേശു കർത്താവ് കഠിന വേദനയിലായിരുന്ന സമയത്തും അവന്റെ പ്രാർത്ഥനയുടെ വാചകങ്ങൾ ഇതായിരുന്നു. Hallelujah. Hallelujah. That means forgiveness is flowing through Jesus, the Son of God. അതിന്റെ അർത്ഥം ഇതാണ്, ദൈവപുത്രനായ യേശുക്രിസ്തുവിൽ നിന്നാണ് പാപ പരിഹാരം അല്ലെങ്കിൽ പാപക്ഷമ പുറത്തേക്ക് വന്നിട്ടുള്ളത്. The whole world is in sin. മുഴുവൻ ലോകവും പാപത്തിന്റെ കീഴെയാണ്. But Jesus came and he was crucified. യേശു കർത്താവ് വന്ന് ഇവിടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. And through the process of crucifixion, he forgave everyone who gave him pain. ഇപ്പോൾ അവന് വേദന നൽകിയിട്ടുള്ള സകലരോടും അവന്റെ ക്രൂശീകരണ വേളയിൽ പോലും അവൻ ക്ഷമിച്ചിരിക്കുകയാണ്. And the Bible says, എന്നിട്ട് ബൈബിൾ പറയുന്നു, he reconciled the whole world to the Father through his atonement. തന്റെ ഈ മഹാപാപ പരിഹാര നിമിത്തമായിട്ട് ഇത്തരം പ്രശ്നം ചെയ്യുന്ന വ്യക്തികളെ പോലും ദൈവത്തോട്, പിതാവായ ദൈവത്തോട് അവൻ നിരപ്പിച്ചു. He reconciled the whole world to the Father. ഈ മുഴുവൻ ലോകത്തെയും തന്റെ മഹാപാപ പരിഹാര നിമിത്തം ദൈവത്തോട് അവൻ നിരപ്പിച്ചു. And the whole world includes you and you and you. ഓർക്കുക, ദൈവത്തോട് നിരപ്പിച്ച ഈ ലോകമെന്ന് പറയുമ്പോൾ അതിൽ നിങ്ങളുണ്ട്, നിങ്ങൾ ഓരോ വ്യക്തികളുമുണ്ട്. Hallelujah. Hallelujah. So through the atonement of Jesus we are reconciled to the Father. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ആ പാപ പരിഹാര നിമിത്തമായി നാം ദൈവത്തോട് എല്ലാവരും നിരപ്പിക്കപ്പെട്ടിരിക്കുന്നു. And that's why Jesus is known as our mediator. അതുകൊണ്ടാണ് യേശു കർത്താവിനെ നമ്മുടെ മധ്യസ്ഥൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1 Timothy chapter 2 verse number 4 through 6. 1 തിമോഥെയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. Who wants all people to be saved,
God wants all people to be saved and to come to a knowledge of the truth. 2-ാം അധ്യായത്തിന്റെ 4-ാം വചനത്തിൽ സകല മനുഷ്യരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തിച്ചേരണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നു. For there is one God and one mediator between God and mankind, the man Jesus Christ. 5-ാമത്തെ വചനം, ദൈവം ഏകൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഏകൻ മാത്രം. How many gods do you have? നിങ്ങൾക്ക് എത്ര ദൈവമുണ്ട്? And the Bible says there is only one mediator between God and man. എന്ന് മാത്രമല്ല ബൈബിൾ പറയുന്നു മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ ഒരു മധ്യസ്ഥൻ മാത്രമേയുള്ളൂ. There is only one God appointed mediator and he is the man Christ Jesus. ദൈവം നിയോഗിച്ചിട്ടുള്ള ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമേ മനുഷ്യർക്ക് വേണ്ടി ദൈവം നിയമിച്ചിട്ടുള്ളൂ. അത് ക്രിസ്തു യേശു തന്നെയാണ്. And how did he become a mediator for us? എങ്ങനെയാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥനായി തീർന്നത്? Verse number 6. 6-ാമത്തെ വചനം, Who gave himself as a ransom for all people. This has now been witnessed to at the proper time. എല്ലാവർക്കും വേണ്ടി വീണ്ടെടുപ്പ് വിലയായി സ്വയം അർപ്പിച്ച മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ നിങ്ങളുടെ മധ്യസ്ഥൻ. ഈ സാക്ഷ്യം തക്ക സമയത്ത് നൽകപ്പെട്ടു. Hallelujah. ഹല്ലേലൂയ. So this great mission of Jesus elevated us or exalted us above angelic beings. ഓർക്കുക, യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം എന്നുള്ള മഹത്തായ ദൗത്യത്തിലൂടെ മനുഷ്യരായിട്ടുള്ള നമ്മെ ഓരോരുത്തരെയും ദൂതന്മാരെക്കാൾ അധികം ഉയർത്തിയിരിക്കുകയാണ്. If you believe the Bible, because of the great mission of Jesus, today we are above the angels. നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഉറക്കെ ഞാൻ പ്രഖ്യാപിക്കട്ടെ, യേശു ക്രിസ്തുവിന്റെ ദൗത്യം നിമിത്തമായി നിങ്ങൾ ഇന്ന് താഴ്ന്ന നിലവാരത്തിലല്ല, ദൂതന്മാരെക്കാൾ ഉയർന്ന തലത്തിലാണ് ആയിരിക്കുന്നത്. And the book of Hebrews says that angels are just ministering spirits to those who are being redeemed. എന്നിട്ട് മാത്രമല്ല എബ്രായർക്ക് എഴുതുള്ള ലേഖനം ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്, ഇന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ദൈവമക്കളെ സഹായിക്കുന്ന സേവക ആത്മാക്കളായിട്ടാണ് ദൈവദൂതന്മാർ പ്രവർത്തിക്കുന്നത് പോലും. Angels are today your helpers, assistants. ഇന്ന് ദൂതന്മാർ നിങ്ങളുടെ ഒരു വിശ്വാസിയുടെ സഹായിയാണ്, അസിസ്റ്റന്റ് ആണ്. Did you listen to that? ശ്രദ്ധിച്ചു കേട്ടുവോ? Minimum there will be 2 angels always escorting you. ആ ബൈബിൾ പഠിക്കുമ്പോൾ കുറഞ്ഞത് 2 ദൂതന്മാരെങ്കിലും നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നിങ്ങൾക്ക് എസ്കോർട്ട് തരുന്നുണ്ട്. They are your personal assistants. ഇവരൊക്കെ നിങ്ങളുടെ PA പോലെ, പേഴ്സണൽ അസിസ്റ്റന്റ് പോലെ നിങ്ങളുടെ കൂടെ നടക്കുക. Hallelujah. And this is possible today because of the great mission of Jesus on earth. ഓർക്കുക, ദൂതന്മാരെ എസ്കോർട്ടായിട്ട് നിനക്ക് ചുറ്റും തരുവാൻ പോലും സാധ്യമായി തീർന്നത് യേശു ക്രിസ്തുവിന്റെ മഹത്തായ ദൗത്യം മുഖേനയാണ്. Hebrews 2 verse number 16. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം, For surely it's not angels he helps, but Abraham's descendants. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. For surely it's not angels he helps, but Abraham's descendants. തീർച്ചയായും ദൂതന്മാരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അബ്രഹാമിന്റെ തലമുറകളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ വന്നത്. Jesus' mission was exclusively for man. ഓർക്കുക, യേശു ക്രിസ്തുവിന്റെ ദൗത്യം പരിപൂർണമായും മനുഷ്യന് വേണ്ടിയിട്ടുള്ളത് മാത്രമായിരുന്നു. This is the 8th one. ഇത് 8-ാമത്തെ കാര്യമാണ്. The mission of Jesus was exclusively for mankind, not for angels. മനുഷ്യ സമൂഹത്തിന് വേണ്ടി പരിപൂർണമായിരുന്നു യേശു ക്രിസ്തുവിന്റെ ദൗത്യം എന്നുള്ളത്. Listen to me. Jesus' priority is not angels. Jesus' priority
we are his priority. ഓർക്കുക, തന്റെ കൂടെ രാപ്പകൽ തന്നെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ദൂതന്മാരല്ലായിരുന്നു യേശുവിനെ സംബന്ധിച്ച് മുൻഗണനയിൽ ഉണ്ടായത്, മറിച്ച് പാപികളായ മനുഷ്യരായിരുന്നു യേശുവിന്റെ മുൻഗണനയിൽ ഉണ്ടായ വ്യക്തികൾ. He died on the cross not for angels, he died on the cross for us, simply for us, solely for us. ഓർക്കുക, യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ വെടിഞ്ഞത് ഒരിക്കലും ഒരു മാലാഖയ്ക്ക് വേണ്ടിയല്ല, ദൂതന്മാർക്ക് വേണ്ടിയല്ല, പരിപൂർണമായും മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടായിരുന്നു. Redemption is only for man. വീണ്ടെടുപ്പ് അത് മനുഷ്യന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. In some mysterious way, redemption is only for mankind and not for angels. ഓർക്കുക, വീണ്ടെടുപ്പ് എന്നുള്ളത് മനുഷ്യർക്ക് മാത്രമായിട്ടുള്ള നിഗൂഢതയാണ്, അതൊരിക്കലും ദൂതന്മാർക്കുള്ളതല്ല. How much more should we praise and thank the Lord for the exclusive redemption for us? യേശു കർത്താവ് നമുക്ക് മാത്രം നൽകിയ, നമുക്ക് വേണ്ടി മാത്രമാക്കിയ പൂർണ്ണമായ ആ ദൗത്യത്തിനായി എത്ര പേർ കൈകൾ വീശി കർത്താവിനൊരു ഹല്ലേലൂയ പറയുക. It's only for us. അത് നമുക്ക് വേണ്ടി മാത്രമാണ്, Exclusively for us. പരിപൂർണമായി നമുക്ക് വേണ്ടി മാത്രം. I am really excited. ഞാൻ വളരെ ആവേശത്തിലായിരിക്കുകയാണ്. Hallelujah. Hallelujah. When this revelation reaches your soul, ഈ വെളിപ്പാട് നമ്മുടെ ആത്മാവിലേക്ക് എത്തിച്ചേരുമ്പോൾ gratitude will flow from our heart to the Father. ഓർക്കുക, ദൈവത്തോട്, സ്വർഗീയ പിതാവിനോടുള്ള നന്ദി സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരും. വിശുദ്ധ നാട് സന്ദർശനം. ബ്ലെസ്സിംഗ് ടുഡേ ടീമിനോടൊപ്പം വിശുദ്ധ നാടുകൾ സന്ദർശിക്കുവാൻ ഒരവസരം. ഈജിപ്ത്, ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നീ 4 രാജ്യങ്ങളിലൂടെ ബൈബിൾ പഠനയാത്ര. ഓരോ സ്ഥലങ്ങളിലും വെച്ചുള്ള ബൈബിൾ ക്ലാസ്, സംഗീതാരാധന, ബ്രദർ ഡാമിയന്റെ പ്രത്യേക ബൈബിൾ ക്ലാസും വ്യക്തിപരമായി കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരവും. നിങ്ങളുടെ സീറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്യുക. വിളിക്കുക 0484 422 111. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് മാതിരി ഞങ്ങൾക്ക് ദൈവവചനം ഞങ്ങൾക്ക് അറിയിച്ചു തന്നതിനായി വളരെ വളരെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ഒരു ടൂറിൽ ഞങ്ങൾ ടൂർ പോകുമ്പോൾ ഒരു ടൂറായിട്ടാണ് ഞങ്ങൾ പോകണമെന്നുള്ള ആശിച്ചിരുന്നത്. എങ്കിലും ദൈവകൃപയാൽ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ദൈവം എങ്ങനെ ഉണ്ടായിരുന്നു, ജീവിച്ചിരുന്നു, അവ മരിച്ച സ്ഥലം, ഇതെല്ലാം കാണുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. സഹോദരി ഒരു വത്സ സാജു എന്നാണ്, സഹോദരിയുടെ മകനാണ് കൂടെ നിൽക്കുന്നത്. Okay. 2012 വർഷത്തിൽ ഈ സഹോദരിക്ക് ഒരു രോഗം വന്നു. താനെ നിൽക്കുമ്പോൾ തന്നെ കുഴഞ്ഞു വീഴുന്ന ഒരു രോഗം. 2012 തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പെരുമ്പാവൂരിന്നാണ് വരുന്നത്. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു പ്രഷർ കുറഞ്ഞത് കൊണ്ടിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. തിരിച്ച് വീട്ടിൽ വന്നു. ഈ രോഗം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ഫർദർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് എറണാകുളത്തുള്ള ഒരു പ്രശസ്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഡോക്ടർ 15 ദിവസം ഈ സഹോദരി അഡ്മിറ്റ് ചെയ്തു. പ്രഷറിൻ്റെ കുറവല്ലായിരുന്നു. എല്ലാ ഓർഗൻസിനെയും എല്ലാ ടെസ്റ്റും നടത്തി. രോഗം എന്തെന്ന് കണ്ടുപിടിച്ചില്ല. അവസാനം ഏതോ ഒരു ടെസ്റ്റിൽ ഇവർ തെളിഞ്ഞു പൊട്ടാസ്യത്തിൻ്റെ കുറവുള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ച് മരുന്നൊന്നും ഇതിന് തരാനായിട്ടില്ല. ഒത്തിരി പേരിൽ പലരിലും ആദ്യമായിട്ട് കാണുന്ന ഒരു തരം രോഗമാണിത്. പെട്ടെന്ന് വേറെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നുമില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് കുറേ ഫ്രൂട്ട്സ് കഴിക്കാനാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. പഴവർഗ്ഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനുശേഷം 15 ദിവസം കിടന്നു. തിരിച്ച് വീട്ടിൽ വന്നു. ഫ്രൂട്ട്സ് കഴിക്കും. ഈ സഹോദരി പറയുന്ന ഫ്രൂട്ട്സ് കഴിച്ചാലും 2 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് പ്രോബ്ലം ഇല്ല. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ തളർച്ചയാണ്. ഉടനെ അത് ഫലിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഹോമിയോപ്പതി പോയി. അവിടെ നിന്നും ഒരു ചികിത്സയും കിട്ടിയില്ല. അതിനുശേഷം ആയുർവേദിക് എറണാകുളത്ത് വൈറ്റ്ലയിലുള്ള ഒരു പ്രശസ്ത ആയുർവേദിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. ആയുർവേദിക് ചികിത്സ നടത്താൻ തുടങ്ങി. ആ ഹോസ്പിറ്റലിൽ റൂം എടുത്ത് താമസിച്ചു. ഏകദേശം ഒരു 10-11 ദിവസത്തോളം ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി 2ാമത്തെ ദിവസം ഇതുപോലെ തന്നെ യാദൃശ്ചികമായിട്ട് രാവിലെ റൂമിൽ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൂര്യ TV ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം കാണാനിടയായി. അതിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സാക്ഷ്യങ്ങൾ അതിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ സഹോദരി കർത്താവിനോട് ഇങ്ങനെ കരഞ്ഞിട്ട് പറഞ്ഞു, കൂടെ നിൽക്കുന്നത് മകനാണ്, എൻ്റെ കർത്താവേ രോഗം ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല.
എൻ്റെ ജീവൻ എനിക്കൊന്ന് മടക്കി തരണം, എൻ്റെ മോനെ എനിക്കൊന്ന് വളർത്തണം എന്ന് മാത്രം ഈ സഹോദരി കരഞ്ഞിട്ട് പറഞ്ഞു. അവിടെയും ഡോക്ടർ പറഞ്ഞു പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എങ്കിലും എന്തൊക്കെയോ കൊടുത്തു വിട്ടു, തിരിച്ച് വീട്ടിൽ പോയി. അവിടെ ചെന്ന് ആദ്യമായിട്ട് സഹോദരി ചെയ്തത് ബ്ലെസ്സിങ് ടുഡേ ഈ സെൻറ്റർ അന്വേഷിച്ച് ഇവിടെ വന്നു. ആദ്യമായിട്ടൊരു ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന് ഡാമിയൻ ബ്രദറിന്റെ കൈക്കീഴിൽ പ്രാർത്ഥിച്ചു. ഇവിടെ നിന്നുകൊണ്ട് മൈ പ്രയർ ഡയറി പ്രാർത്ഥന പുസ്തകം മേടിച്ചു കൊണ്ടുപോയി വീട്ടിൽ ഇരുന്നു കൊണ്ട് 2 നേരവും, രാവിലെയും വൈകുന്നേരവും 2 നേരവും അതിൽ രോഗസൗഖ്യത്തിനുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അന്ന് ആയുർവേദിക് ഡോക്ടർ പറഞ്ഞത് 3 മാസം കഴിഞ്ഞിട്ട് വാ നോക്കട്ടെ എന്നാണ് പറഞ്ഞു വിട്ടത്. അതിനുശേഷം 3 മാസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞ അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഓരോ ദിവസവും എനിക്ക് തന്നെ അറിഞ്ഞൂടെ ശരീരത്തിൽ എന്തൊക്കെയോ ശക്തി ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അതിനുശേഷം ഞാൻ കുഴഞ്ഞൊന്നും വീണിട്ടില്ല, ഒരു ക്ഷീണവും എനിക്ക് തോന്നിയിട്ടില്ല. 3 മാസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഫർദർ ചെക്കപ്പിന് വേണ്ടി ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ, എന്താ ചെയ്തതെന്ന് ചോദിച്ചു. പ്രത്യേകിച്ചൊന്നും ഡോക്ടർ ഒന്നും പറഞ്ഞില്ല. ഇനി 3 മാസത്തിന് ശേഷം വരണ്ട, 6 മാസത്തിന് ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞു. സഹോദരി പറയുന്നത് അന്ന് മുതൽ എനിക്ക് ഇതുവരെ ആ കുഴഞ്ഞു വീഴുന്ന രോഗമോ ശരീരത്തിനുള്ള ഭാരക്കുറവോ ശരീരത്തിനുള്ള ക്ഷീണമോ, തൂക്കം കുറഞ്ഞ് 47 കിലോഗ്രാം വരെ തൂക്കത്തിലായി ഈ സഹോദരി. 47 കിലോഗ്രാം വരെയായി. പക്ഷെ സഹോദരി പറഞ്ഞു ഇപ്പോൾ ഞാൻ പൂർവാധികം ശക്തിയോടെ എൻ്റെ കർത്താവിനെ നിർത്തിയിരിക്കുക. അന്ന് ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എൻ്റെ കർത്താവ് കേട്ടു. എൻ്റെ മകനെ വളർത്തുവാൻ തക്കവണ്ണം എൻ്റെ ആയുസ് എൻ്റെ കർത്താവ് എനിക്ക് മടക്കി തന്നു. എൻ്റെ യേശു എന്നെ പൂർണ്ണമായിട്ടും സൗഖ്യമാക്കി എന്ന് സഹോദരി പറയുന്നു. ഫ്രൂട്ട്സിന് തരാൻ കഴിയാത്ത ശക്തി, മരുന്നിന് തരാൻ കഴിയാത്ത ശക്തി പ്രാർത്ഥനയ്ക്ക് തരാൻ കഴിയും. കൈകൾ ഉയർത്തി യേശുവിന് നന്ദി പറയാം. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വലിയ കർത്താവേ, വലിയ വിടുതലുകൾ തന്നെ ഇന്ന് അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. നട്ടലിൻ്റെ ഭാഗത്ത് മുഴയുള്ളൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കാൽപ്പത്തിയിൽ നീരുള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ 2 കാലിലുമുള്ള നീര് മാറിപ്പോകട്ടെ. അതുപോലെ ശരീരത്തിൻ്റെ അകത്ത് ചില അവയവങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് പോലെയുള്ള ശ്വാസകോശത്തിലാകാം പല സ്ഥലങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ആ രോഗം മാറട്ടെ. എല്ലാവിധ ത്വക്ക് രോഗങ്ങളും സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് സൊറൈസിസ് യേശുവിൻ്റെ നാമത്തിൽ ഐ കമാൻഡ് ദാറ്റ് അഗ്ലി ഡിസീസ് ടു ലീവ് ദ ബോഡീസ് ഇൻ ജീസസ് നെയിം. കർത്താവ് അങ്ങനെ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രക്തക്കുഴലുകൾ, അടഞ്ഞ രക്തക്കുഴലുകൾ തുറന്നു വരട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ഹല്ലേലൂയ. ദൈവിക വിടുതലുകൾ ഓരോ വ്യക്തികളിലും കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. അതുപോലെ ടെന്നീസ് എൽബോ എന്ന ആ രോഗം സൗഖ്യമാകട്ടെ. ഗ്ലോക്കോമ സൗഖ്യമാകട്ടെ. കണ്ണുകളിലുള്ള ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, കാറ്ററാക്റ്റ് പോലെയുള്ളത് യേശുവിൻ്റെ നാമത്തിൽ. കണ്ണുകളിൽ പ്രയാസമുള്ളവർ കൈകൾ കണ്ണുകളിൽ എടുത്തു വയ്ക്കുക. യേശുവിൻ്റെ നാമത്തിൽ കണ്ണ് തെളിമയുള്ളതാകട്ടെ. 2020 വിഷൻ യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. താങ്ക് യു ലോർഡ്. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുക, യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കർത്താവെ അത്ഭുതകരമായ കുഞ്ഞുങ്ങളെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപൂർവ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. വിടുതലുകൾ എല്ലായിടങ്ങളിലും നടക്കട്ടെ. TB സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. ചില രഹസ്യ രോഗങ്ങളും യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി പറയുന്നു. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഏത് വിഷയമാണെങ്കിലും ഇപ്പോൾ വിശ്വസിച്ച് വിടുതൽ സ്വീകരിക്കുക. കർത്താവെ, ഓരോരുത്തരുടെ മേലും അങ്ങയുടെ കരസ്പർശനം അങ്ങ് നൽകുന്നതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നും നാളെയുമായി നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും വന്ന്
അനുഗ്രഹം പ്രാപിക്കുക. അത് കൂടാതെ ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് ഞായറാഴ്ചകളിൽ കൊച്ചിയിലെ ബ്ലെസ്സിങ് സെൻറ്ററിൽ നടക്കുന്ന അതേ സന്ദേശവും രോഗസൗഖ്യ പ്രാർത്ഥനയും ആരാധനയും എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്കും തത്സമയ സംപ്രേഷണത്തിലൂടെ എത്തിച്ചേരുന്നത് കൊണ്ട് കൊച്ചി വരെ എല്ലാവരും വരേണ്ട ആവശ്യമില്ല. അതത് സ്ഥലങ്ങളിലെ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വന്ന് നിങ്ങൾക്ക് അനുഗ്രഹം പ്രാപിക്കാം. കർത്താവ് ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ഇന്ന് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. ബൈബിൾ ന്യൂവിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചോദ്യം, യേശു പത്രോസിനെ എവിടെ വെച്ചാണ് ആദ്യം കണ്ടുമുട്ടിയത്? Where did Jesus first meet Peter? ഓപ്ഷൻ എ പടകിൽ, ബി പത്രോസിന്റെ വീടിനടുത്ത്, സി ഗലീലിയ കടൽ തീരത്ത്, ഡി ദേവാലയത്തിൽ. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് A B C or D സ്പേസ് നിങ്ങളുടെ പേരും പൂർണ്ണ മേൽവിലാസവും.